അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് ഗോവയിലേക്ക്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ചോട്ടാസിനൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നലെ തൊട്ട് ഫുള്ള് പാർട്ടി ആയിരുന്നു. ഇവനിക്കും അതെ ഇവർക്കൊക്കെ ഇന്നലെ തൊട്ട് പാർട്ടി ആയിരുന്നു. അങ്ങനെ പാർട്ടിയും ഇപ്പോൾ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് അല്ലേ. എത്ര പൈസ അതേ 2 എണ്ണത്തിന് എൻ്റെ ഇന്നലെ ഹോട്ടലിൽ കൊണ്ടുപോയി ഷവർമ, ബർഗർ, ജ്യൂസ് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത്. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ഫുള്ള് കരച്ചലാ. രാവിലെ എണീച്ചിട്ട് വരും നമ്മളും വരുന്നത്. അപ്പം എൻ്റെ ചെറിയൊരു ബാഗ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലേ മേവേ? വാപ്പാൻ്റെ ചെറിയ ബാഗ്, വാപ്പാൻ്റെ ഹെൽമെറ്റ്. പഴങ്ങാടിയിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് വേണം എനിക്ക് കാറിൽ പോകാൻ. ഡോർ നമ്മളെ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീട്. എൻ്റെ കൊമ്പനിയുടെ കിടക്കുന്നുണ്ട്. ഇവനെ എടുത്ത് പഴങ്ങാടിയിലേക്ക് പോകണം ഇപ്പോൾ. അപ്പോൾ ഓക്കെ ഓക്കെ ബൈ ബൈ. അറിയില്ല ഏത് എന്ത് ബുള്ളറ്റ് വെച്ചു. ഇനിയിപ്പോൾ നമ്മളെ സപ്പാൻ്റെ ക്രെട്ട വെച്ചിട്ട് അങ്ങനെ ഗായ്സ് നമ്മൾ വിട്ടു. നമ്മൾ ഏകദേശം എന്താ പറയുക കാനങ്ങാടൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നമ്മൾ ഡാറ്റിംഗ് ഒന്നും നടക്കില്ലെന്നാണല്ലേ. കാസർഗോഡ് എത്തിയപ്പം സഫാദിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സൈഡാക്കി മൂപ്പറേയും കണ്ടു. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര ഇങ്ങനെ തുടങ്ങി. ഇവർ നല്ല കേക്കും എന്താ പറയുക കണ്ണൂക്കാരുടെ ഉന്നക്കായും ഇറച്ചിപ്പത്തലും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി ഞാൻ ഡയറ്റിലായിരുന്നു. ഞാൻ ഡയറ്റാണെങ്കിലും എൻ്റെ 1 മാസത്തെ ഡയറ്റൊക്കെ പൊട്ടിയ ദിവസമായിരുന്നു. എത്ര വ്യത്യാസം? 4 രൂപ തന്നുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അതൊന്നും വിചാരിക്കണ്ട ഗായ്സ്. അങ്ങനെ മംഗലാപുരം എത്തിയിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ള. കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ബട്ടർ ചിക്കനും ചപ്പാത്തിയൊക്കെ പറഞ്ഞിട്ട് വമ്പം ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഈ കാഴ്ച കാണാൻ പറ്റിയത്. നമ്മളെ റോഡ് സൈഡ് മെയിൻ ഹൈവേയിലുള്ള വലിയൊരു ബീച്ചാണ്. ഏതായാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ ഇങ്ങനെ സമാധാനത്തിൽ വണ്ടി ഇങ്ങനെ എടുത്ത് മുന്നോട്ടേക്ക് പോയി. ഈ നാറികളാണ് എടുത്ത റോഡിന്റെ ഏറ്റവും വലിയ ശാപം. ആരെയും വിളിക്കുന്നത് കേൾക്കണ്ട. അമ്മ മാതാ ഗോപിത റോഡ് എന്റെ ചെങ്ങ ഇത് എടുത്ത പ്രശ്നം. അമ്മമ്മ പേരക്കുട്ടികള് എല്ലാവരും ഉണ്ട്. ഇവരാണ് ഇവിടെ റോഡ് ഭരിക്കുന്നത്. ഇവർ കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. അല്ല ഞാൻ വണ്ടി നോക്കണം, സഫാദ് എടുക്കുന്നുണ്ടോ നോക്കണം. ഒന്നുമില്ല കാശ്, വൈകിട്ടായി ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒന്നുമില്ല സാധനം. എനിക്ക് ഇവിടുന്ന് വേറെ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയെന്ന്. സ്റ്റോപ്പ് എടാ വെറുതെ വെച്ചാക്കണ്ട. വെറുതെ ആള് വന്നിട്ട് അടിക്കുന്നില്ലേ. കല്ലെടുത്തറിയണ്ട അവര്. ട്രെയിനും നമ്മളെ അതാണൊരു തീവണ്ടി. അസുവിനെ വെള്ളത്തിൽ ചാടട്ടാ. ശരിക്കും ടണല് 1 വേ ആണ്. പക്ഷെ അപ്പോൾ എന്തോ പണി നടക്കുന്നുണ്ട്. വണ്ടി 2 വേ മോഡലിലാണ് വരുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളെ മുമ്പിൽ വരുന്നതാണ് കൊങ്കൺ പാത എന്ന് പറയും. ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രാവശ്യം ഇതിലോട്ട് പോയിട്ടുണ്ട്. റോഡ് മുഖാന്തരം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും എന്താ പറയുക, നമ്മൾ റോഡ് മുഖാന്തരം വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി എന്താണെന്ന് കാണാൻ പറ്റുന്നത്. ട്രെയിനിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, ഫുൾ ഇരുട്ടാണ് ഉണ്ടാവുക. ഞാൻ പൂച്ചിട്ടില്ലേ കോസ്റ്റ കോഫി
ഇവിടെ KFC ഉണ്ട്. KFC ഉണ്ട്. വാങ്കോ എന്താ ചായ ഉണ്ടോ? ചായ ഇവിടെ എല്ലാം മറ്റേതാണ്. നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കും. ഇവിടെ ഫുള്ള് റോങ് സൈഡ് ആയി. അവിടെ എന്താ കോസ്റ്റൽ ഫാമിലി റെസ്റ്റോറന്റ്. അവിടെ നല്ല കോഫി ഇട്ടൂടോ, അവിടെ കിട്ടൂടോ. ഏത് ഒന്നുമില്ല. ഫാമിലി റെസ്റ്റോറന്റ് ശ്രീ ഫോട്ടോ എടുക്കണം. കാരണം നമ്മളെ ഈ ഗോവയിലെ ഫോറസ്റ്റില് ഇതുണ്ടോ വെച്ച് ഷുഗർ ഇല്ലാണ്ട് ചായ ഉണ്ടോ വെച്ച് വേണ്ട. അടിപൊളി ചായ മധുരല്ലേ? എൻ്റെ വിത്തൗട്ട് കോഫി എത്തിയിരിക്കുന്നു. ഒരു രണ്ടാമത് കാത്തിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ 10:30 മണിക്കാണ് വിട്ടത്. രാത്രി 11 മണി ആ ഒരു സമയമാകുമ്പോഴേക്കാണ് നമ്മൾ ഗോവ എയർപോർട്ടിലേക്ക് എത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നത്. രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഗോവയിലെത്തിയപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിട്ടത് വാഗ ബീച്ചിലേക്കാണ്. വാഗ ഏതായാലും ഗോവയിലെത്തിയതല്ലേ, ഇവിടെ എന്തൊക്കെയാണോ ഒന്ന് കാണാമെന്നുള്ള ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. സ്റ്റേ കാര്യങ്ങളൊന്നും പ്ലാനില്ല ഇവിടെ. പിന്നെ ജസ്റ്റ് ഒന്ന് കാണാം, തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. ഗോവയിലെ വാഗ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. സഫാദിൻ്റെ മുമ്പിലുണ്ട്. നമ്മളിവിടെ എത്താൻ 11:30 മണിയായി രാത്രി. കൂടെ ഇല്ല ഗ്യാപ്പിലോ ഓക്കെ വെക്കല്ലോ. അങ്ങനെ ഗായ്സ് നമ്മൾ ജസ്റ്റ് വാഗ ബീച്ചിലൊന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നല്ല റഷായിരുന്നു കേട്ടോ. പിന്നെ സാറ്റർഡേ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തില്ല, കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്തില്ല. അപ്പം നമ്മൾ 1-2 ഹോട്ടലിൽ പോയപ്പോൾ എല്ലാ റൂമും ഫുള്ളാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള നോർത്ത് ഗോവയിലെ ഒരു ബ്രിഡ്ജിലൂടെയാണ് പിന്നെ നമ്മൾ കടന്നുപോയത്. ചുറ്റും കാട്. അവിടെ ബീച്ചിൻ്റെ സൈഡൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാരണം റോഡ് നിറച്ചും സെക്യൂരിറ്റി ഗാർഡും കുറേ ജനങ്ങളൊക്കെ ആയിട്ട് വമ്പൻ തിരക്കായിരുന്നു. അതിൽ അവിടെ ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ച് പോകാന്നുള്ളത് എനിക്ക് ഇച്ചിരി ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോ അവിടെ നിന്ന് എടുത്തില്ല. നാളെ രാവിലെ വന്ന് നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത്. ഏകദേശം ഓടി ഒരു 150 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ ഓടി. സത്യം പറഞ്ഞാൽ റൂം കിട്ടിയില്ല. ഗായ്സ് അങ്ങനെ അവസാനം നമുക്കൊരു റൂം കിട്ടിയിട്ടോ, ഒരു ചെറിയൊരു റൂം. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഒരു രാത്രിയായിരുന്നു കേട്ടോ ഇന്നലെ. ആകെ 2 മണിക്കൂറേ മറ്റേ ഉറങ്ങിയിട്ടുള്ളൂ. സഫാദ് നല്ല ഉറക്കം. രാവിലെ തന്നെ ചവിട്ടി എണീപ്പിച്ചു. സഫാദ് 7:45. ഞാൻ 6 മണിക്ക് എണീച്ച് ഇങ്ങനെ പോസ്റ്റായിരിക്കാം. നമ്മൾ താമസിച്ച റൂമിൻ്റെ താഴെ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. രാവിലെ തന്നെ കോഫി കുടിച്ചത്. കോഫിയും ഒരു മൈസൂർ മസാല ദോശ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഫ്രിഡ്ജിലേക്ക് നോക്കുമ്പോഴാണ് ബിയറിൻ്റെ കുപ്പികളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ആളിലെ ദോശയും കഴിച്ചു. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു ചെറിയൊരു പൊരി പോലത്തെ സാധനമൊക്കെ കാണുന്നുണ്ട്. സഫാദ് പറഞ്ഞു നമുക്ക് ഏതായാലും ഒരു ദോശ വാങ്ങാം, എന്നിട്ട് ഷെയർ ആക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും നന്നായി. നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. നാട്ടിലേക്ക് തിരിച്ചു. വീഡിയോ പിടിക്കാൻ വന്ന എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചിട്ട് ഇവനിവിടെ ഇതന്നെ പരിപാടി. ഇവൻ്റെ വർക്ക് കഴിഞ്ഞാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. ഇവൻ ഇന്നലെ രാവിലെ തുടങ്ങിയതാണ്. ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ കയറി ഇരുന്നിട്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചയൊക്കെയാണ് സൈഡൊക്കെ കാണാൻ പറ്റുന്നത്. രാവിലെ തന്നെ അമ്മയും മക്കളും, അമ്മ, വല്യച്ഛൻ, മൂത്താപ്പന്റെ മക്കള് എല്ലാവരും റോഡും വീണ്ടും. ഈ അഹങ്കാരാന്നറിയ ഇവർക്ക്.
ഏത് മുതൽ ഏകദേശം ഒരു 100-200 കിലോമീറ്റർ വരെ. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഒരു മനുഷ്യനെ അടിച്ചു കഴിഞ്ഞാല് വല്ല കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു പശുവിനെ അടിച്ചു കഴിഞ്ഞാല് വണ്ടി ചാടിയിട്ട് നിങ്ങൾ ജീവനം കൊണ്ട് ഓടണം എന്നാണ് ശരിക്കും ഇവിടെ പറയാറ്. അവിടെ ശരിക്കും പറഞ്ഞാല് നാൽക്കാലിയുടെ വില പോലും ഇവിടെ ഇരുകാലികൾക്കില്ല എന്നാണ് സത്യം. അതെ, എന്നിരുന്നാലും ഇപ്പൊ റോഡിന്റെ നടുക്ക് ഇന്നലെ എത്ര ഉണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് മിസ്സാ രക്ഷപ്പെട്ടത്. എത്രയോ ആരും അതിനെ എണീപ്പിച്ച് അല്ല, അച്ഛൻ മക്കളൊക്കെ റോഡിലാണ് കിടക്കുന്നത്. അനാഥരാണ് ഇവരൊക്കെ, ഗുണ്ടകളല്ല. അപ്പോ അപ്പോ ഇന്നലെ രാത്രി വരുന്ന സമയത്ത് നീ നല്ല ഉറക്കലായിരുന്നു. അത് വലിയൊരു പശുവിനെ ഏതോ വണ്ടി അടിച്ചിട്ട് അത് സൈഡായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നാളത്തെ ബീഫാണ്. നാളത്തെ ഹോട്ടലുകളുടെയും പല വീടുകളുടെയും ബീഫാണ് ഇവിടെ വെറുതെ റോഡ് സൈഡിൽ കിടന്നിട്ട് നിരയിക്കുന്നത്. രക്ഷയില്ല കേട്ടോ, നല്ല വൈബ്. രാവിലെ തന്നെ സഫാർ നല്ല ഫോമിൽ വന്നു. കോഫിയിൽ 2 തുള്ളി ഇട്ടിച്ച പോലെ ഉണ്ട് ഹോട്ടലിൽ. ഗോവയിലെ കടലും പുഴയും ഒത്തുചേർന്ന പാലം, രണ്ടും കടലുണ്ട് എല്ലാം കൂടി. നല്ല തീർത്ത് കാര്യങ്ങളൊക്കെ അതെ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മളെ കൺമുമ്പിൽ നടക്കാൻ പോയ ഒരു ആക്സിഡന്റ് ചെയ്ത് ആ ലോറിനെയും ബസ്സിനെയും ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു കാറ് ജസ്റ്റ് മിസ്സാട്ടോ രക്ഷപ്പെട്ടത്. സോ ഈ വഴി വരുന്നവരൊക്കെ എന്താ ചെയ്യുക, വളരെ സ്ലോയിൽ ശ്രദ്ധിച്ചു വരിക. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഷിരൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഷിരൂരിൻ്റെയും കാസർഗോഡിൻ്റെയൊക്കെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. ഇപ്പോൾ ഓൾറെഡി 10-11 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോസ്. ഓക്കെ, അപ്പം ബൈ.